നമസ്കാരം. ഇന്ന് നമ്മുടെ ഒപ്പം ചേരുന്നത് 33 വർഷത്തെ പോലീസ് ജീവിതത്തിന് ശേഷം നാട്ടിൽ സാമൂഹ്യ സന്നദ്ധ കാര്യങ്ങളിൽ ഇടപെടുന്ന മാരായമംഗലം പറമ്പത്ത് രാമൻകുട്ടി സാറാണ്. രാമൻകുട്ടി സാറിന് പടവുകളിലേക്ക് സ്വാഗതം. സാറേ നമസ്കാരം. നമ്മളൊരു ഔപചാരിക സംസാരമല്ല. എന്തായാലും സാറിനെ കണ്ടതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. സാറിൻ്റെ ഒരു എൻട്രി പറഞ്ഞാൽ പഠനകാലങ്ങളിലുള്ള പ്രവർത്തനങ്ങളും അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചേർന്നത് 33 വർഷത്തെ ഒരു സേവനമാണ് നടത്തുന്നത്. എങ്ങനെയായിരുന്നു ആ കാലങ്ങളൊക്കെ? എങ്ങനെയായിരുന്നു സാറേ? ഞാൻ കുട്ടിക്കാലം മുതലൊക്കെ ഇവിടെ മാരായമംഗലം ഒരു LP സ്കൂളുണ്ട്, സൗത്ത് LP സ്കൂൾ മാരായമംഗലം. അവിടെയാണ് പഠിച്ചത്. അതിനുശേഷം നേരെ തൊട്ട് തന്നെയാണ് മാരായമംഗലം ഹൈസ്കൂളിലുള്ളത്. ഹൈസ്കൂളിൽ പഠിക്കാൻ കിട്ടി. പക്ഷേ ഞാൻ SLC 68-69 SLC എഴുതിയിരുന്നത്. അന്നിവിടെ സെൻറ്ററൊന്നും ഇല്ല, വല്ലപ്പോഴാണ് അന്ന് പരീക്ഷ പോയിട്ട് എഴുതിയിരുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ പ്രീ ഡിഗ്രി പട്ടാമ്പി കോളേജിൽ, സംസ്കൃത കോളേജിൽ പഠിച്ചത്. 70 ബാച്ചാണോ? 70-71 ബാച്ചിൽ പഠിച്ചത്. അവിടുന്ന് പിന്നെ പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. പാസ്സായിട്ടില്ല, അന്നത്തെ കാലമാണ്. പിന്നീട് അങ്ങനെ ആ വർഷം തന്നെയാണ് പിന്നെ 71 പോലീസ് ഇങ്ങനെ റിക്രൂട്ട്മെന്റിന്റെ പോയി, അങ്ങനെ പോലീസുകാരനായി കഴിഞ്ഞിട്ട്. അത് 74-11-71 മുതൽക്കാണ് എൻ്റെ. അന്നൊക്കെ പോലീസുകാരെ കണ്ട പേടിക്കണ ഭയം ഭയങ്കര. ഇന്നത്തെ പോലെ ജനമൈത്രി ഒന്നും ഇല്ല. അന്നത്തെ പെരുമാറ്റം തന്നെ പോലീസിന്റെ വ്യത്യാസമാണ്. അന്ന് ട്രൗസർ അല്ലേ വേഷം? അതെ, ട്രൗസർ. തുടക്കത്തിൽ ട്രൗസർ വരുമ്പോഴേക്ക് പാന്റും ഷർട്ടും ഒക്കെ ആയി. ആ ട്രൗസറും ആ വലിയ നീണ്ടുള്ള തൊപ്പിയൊക്കെ വെച്ച് ഞാനൊക്കെ ഓടിയിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ തന്നെയാണ്. എങ്ങനെ ആ കാലത്ത് എങ്ങനെയായിരുന്നു ഒരു അനുഭവം? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചേർന്നു. വാസ്തവത്തിൽ ഞാൻ ട്രെയിനിങ് ടൈമിലൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു ജീവിതം അന്നത്തെ ട്രെയിനിങ് ഒക്കെ വളരെ കഠിനമാണ്. ട്രെയിനിങ്ങിൽ 71 ഇവിടെ മുട്ടിക്കുളങ്ങരയായിരുന്നു. അതെ, അവിടെ വെച്ചിട്ടാണ് ട്രെയിനിങ് ഉണ്ടായത്. അപ്പോൾ കുറേ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോന്നാലോ എന്ന്. ഒരു വേള ട്രെയിനിങ് വളരെ കഠിനമായതുകൊണ്ട് വീട്ടിലേക്ക് പോരാൻ കൂടി രാമൻകുട്ടി സാറ് ആലോചിച്ചിട്ടുണ്ട്. എങ്ങനെയത് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ആദ്യം കുറച്ച് ഒരു 2 വർഷത്തോളം എയർ ക്യാമ്പിലാണ്. അന്നൊക്കെ പിന്നെ അങ്ങനെ ആദ്യം ക്യാമ്പിലേക്കാണ് എടുക്കുക, റിസർവിലേക്ക് എടുക്കുക. ശേഷമാണ് ലോക്കലിലേക്ക് മാറ്റി. ലോക്കൽ പോലീസിലേക്ക് ഒരു ഭർത്തി റിക്രൂട്ട്മെന്റ് കഴിഞ്ഞിട്ട് ഒരു 4-5 കൊല്ലം കഴിഞ്ഞപ്പോൾ വന്നു. അത് 5 വർഷം തന്നെ പിടിച്ചിട്ടില്ല, ഇതില്ല. അതിനുമ്പ് ക്യാമ്പിലേക്ക്. ആദ്യത്തെ ലോക്കൽ സ്റ്റേഷൻ എവിടെയായിരുന്നു? ആദ്യത്തെ പോസ്റ്റ് ശ്രീകൃഷ്ണപുരം വളരെ പ്രമാദമായ കേസുകളൊക്കെ ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. വളരെയധികം ഒരുപാട് പ്രശ്നങ്ങൾ. അതെ. അതായത് നിരവധിയായ ഈ പോലീസ് ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമാണ്. പക്ഷെ എന്താണെന്ന് ഞാൻ കാര്യമായിട്ട് ഫീൽഡ് വർക്ക് വളരെ കമ്മിയായിട്ടാണ്. അന്നും പിന്നെ റിസർവിലിരിക്കുമ്പോഴും അതെ, അന്ന് മറ്റേ ഒരു വയർലെസ് സെറ്റ് ഉണ്ട്, VHF എന്ന് പറയും. അപ്പൊ അന്ന് അതിന് ഡ്യൂട്ടിക്ക് ഈ റിസർവിൽ സ്പെഷ്യൽ ഡ്യൂട്ടിയാണ് പോവുക. പാലക്കാട് ഹെഡ്ക്വാർട്ടേഴ്സ് വിളിക്കും. അപ്പൊ അന്ന് അതിലാണ് കുറെ കാലം ലോക്കലിലേക്ക് വരുന്നവരൊക്കെ. സ്പെഷ്യൽ ബ്രാഞ്ചിൽ ജോലി ചെയ്തിട്ടുണ്ടോ കുറെ കാലം? സ്പെഷ്യൽ ബ്രാഞ്ച് SSB, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച്. അതിലാണ് പിന്നീട് ഉണ്ടാക്കുന്നത്. SB ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിലാണ്, SSB പാലക്കാട്. അങ്ങനെ കുറെ കാലം അവിടെ തന്നെ 7 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. SSBയിലാണ് പാലക്കാട്. മിക്കവാറും ചെർപ്പശ്ശേരി, ചിലപ്പോൾ ശ്രീകൃഷ്ണപുരം, പട്ടാമ്പി ഈ ഏരിയകളിലായിട്ടാണ്. അതേപോലെ ലോക്കലുള്ള സർവീസിലും അതെ ഉണ്ടായിരിക്കണം. സാധാരണ നിലയിൽ SSB എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിനെ അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിനെ അറിയിക്കണം. പോലീസ് ഹെഡ്ക്വാർട്ടറിൽ അറിയിക്കണം. വിജിലന്റ് ആയിരിക്കണം. സദാസമയവും ഒരു വിജിലൻസ് പുലർത്തുമ്പോൾ
ഒരു വലിയ അതിലുണ്ടായ അനുഭവങ്ങൾ എങ്ങനെയാണ്? വളരെ രഹസ്യ സ്വഭാവമുള്ളതൊന്നും പറയല്ല, ബാക്കിയുള്ള കാര്യങ്ങളോ? അല്ല, അതിപ്പോൾ തന്നെ പിന്നെ അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ കാരണം ചിലപ്പോൾ അവിടുന്ന് വിവരം കിട്ടി നമ്മളിപ്പോൾ പല തീവ്ര സംഘടനകളെ അന്വേഷിക്കാൻ വേണ്ടി പറയും. പക്ഷെ നമുക്കതിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നല്ല ഡിഫിക്കൽട്ടാണ്. അത് നമുക്ക് സോഴ്സിനെ വെക്കുകയാണ്. ഓരോരോ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ഒരു ഏരിയ ഉണ്ടെങ്കിലും ചളവറ അല്ലെങ്കിൽ അല്ല ചിലപ്പോൾ ശരിയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗങ്ങൾ. അതെ അതെ. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ അതിൽ നമുക്ക് രാഷ്ട്രീയ സമരങ്ങൾ നമ്മൾ മുൻകൂട്ടി വിവരം കൊടുക്കണം. അപ്പം അതിന് നമുക്ക് ഓരോരുത്തർക്കും ഒരു സോഴ്സ് വെക്കും. അങ്ങനെ അപ്പോൾ അവിടുന്ന് അവർ വിവരം തരും. പിന്നെ കൂടുതൽ നമ്മൾ പിന്നെ അറിഞ്ഞിട്ടും ചെയ്യും. ഇങ്ങനത്തെ സോഴ്സ് മുഖേനയാണ് വിവരങ്ങൾ. ഇന്നത്തെ കാലത്ത് പോലെ അന്ന് വിവര സാങ്കേതിക വിദ്യ ഒന്നും ഇല്ല. നടക്കന്നെ വേണം, ബസ്സിന് പോകണം, ചളവറയ്ക്ക് വിറ്റൊക്കെ ആണെങ്കിൽ നടക്കന്നെ വേണം. നൂറ്റല്ലേ. ഇന്നിപ്പോൾ നമുക്ക് കാലം മാറി, എല്ലാവർക്കും വാഹനങ്ങളായി, പിന്നെ ഇൻഡിവിജ്വൽസ് വാഹനങ്ങളെ ഇതൊക്കെ അറിയാം. അന്ന് അങ്ങനെ നടക്കന്നെ വേണം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇതിൽ വേണം പോകാനൊക്കെ. ഓരോ പുതിയ ഈ സംവിധാനക്രമങ്ങളിൽ ഇപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഇടപെടലുകൾ പുതിയ പോലീസ് സംവിധാനം ആകെ മാറിയിട്ടുണ്ട്. മാറി പഴയ പോലുള്ള ഒരു സംവിധാനത്തിലല്ല അല്ലേ? ഇന്നത്തെ കാലത്ത് പണിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാന്നുള്ള അഭിപ്രായം. അന്നത്തെ അപേക്ഷിച്ച ബുദ്ധിമുട്ടാന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ബുദ്ധിമുട്ടാണ്. അല്ല, എനിക്ക് നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഇടപെടല്ലേ, ഏത് രാഷ്ട്രീയം മാറിയാലും അവർക്ക് ഈ പോലീസ് ഏത് സർക്കാർ വന്നാലും സർക്കാരിന്റെ ആണോ? അത് സ്വാഭാവികമാണ്. കാരണം ജനാധിപത്യ പ്രക്രിയയിൽ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റും ജനാധിപത്യത്തിലെ ലീഡേഴ്സും തമ്മിൽ ഒരു മിംഗ്ലി വേണം. എപ്പോഴും ഒരു ഫൈറ്റ് ഉണ്ടാവാൻ പാടില്ല. പക്ഷെ പണ്ടത്തെ വെച്ചപ്പോൾ ക്വാളിഫൈഡ് ആൾക്കാരാണ്. പണ്ട് ഇപ്പോൾ ഈ വിവര സാങ്കേതിക വിദ്യയും അത് വിദ്യാഭ്യാസവും ഉള്ള ചെറുപ്പക്കാർ ചേർന്നതുകൊണ്ട് പോലീസ് സേനയിൽ ആകെ ഒരു മാറ്റം വന്നു. തീർച്ചയായിട്ടും ഒരു മോശാന്നല്ല, അല്ല വളരെ മിടുക്കന്മാരായിരുന്നു. സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാറ്റങ്ങൾ വന്നു. പണ്ടൊക്കെ കുറച്ച് റഫ് പ്രയോഗം ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ അങ്ങനെയല്ല, നമുക്കത് സാധിക്കില്ല, പറ്റില്ല, നടത്താൻ പറ്റില്ല. അതാണ് പണ്ടൊക്കെ. ഞാനൊക്കെ പലപ്പോഴും ഞങ്ങളൊക്കെ പണ്ട് പറയുമ്പോഴേ ഈ പോലീസുകാരെ കണ്ട മേപ്പിട്ടും കീഴ്പിട്ടും ഒഴിയാൻ പറ്റില്ല. എങ്ങനെയത്? അല്ല, ഞാൻ ഒരു ഇത് ചോദിച്ചതാണ്. അല്ല, ശരിയാണ്. കാരണം അവരുടെ അന്നപ്പോ പിന്നെ അവരൊക്കെ എന്താ പറയുക അനുസരിച്ച് നിന്നിട്ടില്ലെങ്കിൽ അവർക്ക് ഒരാളെ ബുദ്ധിമുട്ടിക്കാനൊക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ സാധിക്കുന്നത്. ഒരു കേസ് കൊടുക്കാൻ വിചാരിച്ചാൽ ഇപ്പൊ പറയുക അങ്ങനെ അല്ല. ഇപ്പൊ ഇത് പത്രങ്ങളിലൊക്കെ വരുന്നതാണ്. അപ്പൊ ആരും പറയാതെ ഇപ്പൊ വേണച്ചിട്ട് അതൊന്നും ചെയ്യില്ല. അത് എൻ്റെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെ പട്ടാമ്പി കുറച്ച് ഇരിക്കേണ്ടായി സ്ത്രീയുടെ ഓഫീസിൽ കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ അന്ന് ട്രെയിനിങ്ങിന് ASPമാർക്ക് ആദ്യം ലോക്കൽ സ്റ്റേഷനിൽ വേണം വരാൻ. അപ്പോൾ ഒരു പിന്നെ ഷീട്ട് കളിക്കാരെ പിടിച്ചു കൊടുക്കും കഴിഞ്ഞിട്ട്. അപ്പം എനിക്ക് ഈ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം അങ്ങനെ സാധിക്കില്ല. അപ്പോൾ ഹിന്ദി ഇതുള്ളതാണ്. അപ്പോൾ അയാൾ കാല് നിർത്തിവെച്ചിട്ട് മാരോ ഇങ്ങോട്ട് അടിക്കാൻ പറയാണ്. പക്ഷെ എനിക്ക് സാധിക്കണില്ല. അന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. തീർച്ചയായും അങ്ങനെ രസകരമായ ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രസകരം എന്ന് പറഞ്ഞാൽ അല്ല, പിന്നെ പോലീസ് ജീവിതത്തില് വളരെ സരസന്മാരായിട്ടുള്ള ആളുകളുണ്ട്, ഓഫീസേഴ്സ്. അവരും കൂടെ ജോലി ചെയ്യാനും തരായിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതലും ഞാൻ പറയില്ലേ ഓഫീസ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഈ ആദ്യം ഞാൻ പറഞ്ഞില്ലേ വയർലെസ് സെറ്റ് ആയിരുന്നു, അതിലായിരുന്നു. അതിനുശേഷം ഓഫീസ് വർക്ക് ഒറ്റപ്പാലം സർക്കാർ. രാമുട്ടി സാറെ ഇപ്പം ഞാൻ പലപ്പോഴും ചെറുപ്പുളശ്ശേരി, പട്ടാമ്പി, ഒറ്റപ്പാലം ആ ഭാഗങ്ങളിലുള്ള പഴയ ആളുകളൊക്കെ രാമുട്ടി സാറെ കണ്ടാൽ ഇത് പറയും. അതാണ് ഓഫീസിൽ വർക്കാണ്. കൂടുതൽ ആൾക്കാരായിട്ട് പരിചയം എല്ലാ ഈ 5-6 സ്റ്റേഷൻ. അന്ന് ഒറ്റപ്പാലം സർക്കിൾ പറഞ്ഞ 6 സ്റ്റേഷനാണ്. ഇന്നിപ്പോൾ ഓരോ ഇതും ഇപ്പോൾ പട്ടാമ്പി സർക്കിളായി, ചെർപ്പശ്ശേരി സർക്കിളായി, ഒറ്റപ്പാലായി എന്നതുണ്ട്. പണ്ട് ഒരു സർക്കിളിൽ 6 സ്റ്റേഷൻ ഉണ്ടായിരുന്നു ഒറ്റപ്പാലം കഴിഞ്ഞിട്ട്. അപ്പോൾ നിരവധിയായ രാഷ്ട്രീയ നേതാക്കളുമായി നല്ല ബന്ധം ഉണ്ടാവാൻ ഉണ്ട്. പഴയ ആളുകൾ ഇപ്പോൾ KE ഇസ്മായിൽ സാറ് എവിടെ കണ്ടാലും വർത്താനം പറയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ അച്ചിയാരത്തെ നമ്മളൊക്കെ സാധാരണ അറിയുന്ന നല്ല മനുഷ്യനാണ്. CPIയുടെ പ്രവർത്തകനാണ്. എന്നിരുന്നാലും അല്ല, പല രാഷ്ട്രീയം ഉണ്ടെങ്കിലും ആൾക്കാർ പെരുമാറ്റമുണ്ട്. ഉദാഹരണം ഇപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ മാരാങ്കലത്താണെങ്കിൽ ബാലമാഷ് ഒക്കെ അദ്ദേഹം അതുപോലെ ഒരു രാമകൃഷ്ണ മാഷ് ഒരു കറകളഞ്ഞ പൊതുപ്രവർത്തകൻ ആണ്. അപ്പം കറകളഞ്ഞല്ല, അദ്ദേഹവും ഒരു രാമകൃഷ്ണ മാഷ പറഞ്ഞ ഒറ്റപ്പാലത്തായിരുന്നു. അവർ രണ്ടുപേരാണ് വാസ്തവം പറഞ്ഞാൽ ഇപ്പം ഈ മാരാങ്കലത്തിൻ്റെ ഒരു വികസനം എന്താ പറയുക ഒരു സാമൂഹ്യമായിട്ട് വളർത്തുന്ന എല്ലാ കാര്യത്തിനും അവർ ഇടപെട്ടിരുന്ന ഒരു ഇതാണ്. സാമൂഹ്യ മാറ്റങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തകർ വളരെ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. റോഡായാലും പാലായാലും എല്ലാറ്റിനും പറയാം. കാരണം ഇതൊരു പിന്നെ കുഗ്രാമാണ്. ഈ റോഡൊക്കെ ഇപ്പം ഈ റോഡ് വന്നത് തന്നെ അന്നൊരു സമരമാ രീതിയിലുമായി വേണം പറയാം. കാരണം ഇത് പോരുന്ന വഴിക്ക് കൊണ്ട് വഴികളുണ്ട്, 2 പുറത്തും കിണറ. അപ്പോൾ ഇത് തൂർക്കണമെങ്കിൽ അവർക്ക് സമ്മതമില്ല.
അപ്പോൾ അതൊക്കെ പണ്ട് പിന്നെ കൊണ്ടിട്ട് പിന്നെ ആൾക്കാരെ കൂട്ടിയിട്ട് പോയിട്ട് പിന്നെ കല്ലിട്ടാണ്ട് തൂർക്കിടുക അങ്ങനെയൊക്കെ അവിടെ അടുത്തുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ റോഡ് വന്നിട്ടുണ്ട്. അല്ല ഇവരൊക്കെ മാഷൊക്കെ നല്ല പ്രവർത്തനം കൊണ്ടാണ്. ബാലൻ നായർ മാഷ്, നെല്ലായ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ്. ഇത് പലപ്പോഴും ഇപ്പോൾ അങ്ങ് ഈ സർവീസിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സർവീസിൽ അങ്ങേക്ക് പുരസ്കാരങ്ങളൊക്കെ എന്തെങ്കിലും? അല്ല, പുരസ്കാരങ്ങൾ ഓഫീസ് വർക്കായതുകൊണ്ട് ഈ പുരസ്കാരങ്ങൾ തരാൻ പരിമിതികൾ. അതൊക്കെ നമുക്ക് കേസ് അന്വേഷണത്തിനോ പിന്നെ ഈ വർക്കറിയും ഈ പിന്നെ ഓഫീസിൽ വർക്ക് ചെയ്യണമെങ്കിൽ തന്നെ അത് വർക്കിംഗ് അറേഞ്ച്മെന്റാണ്. അതാണ് അവിടെ ഒരു പോസ്റ്റിംഗ് ഒരു റൈറ്ററോ സർക്കിൾ റൈറ്റ് ഉണ്ടാകുമ്പോൾ അങ്ങനെ DSO റൈറ്റ് ഉണ്ടായിരുന്നു. ബാക്കി ആൾക്കാരൊക്കെ അവിടെ വർക്കിംഗ് അറേഞ്ച് ഓരോ സ്റ്റേഷനും വിളിക്കുകയാണ്. അപ്പോൾ അവർക്ക് അവിടുന്ന് ഈ ഓഫീസ് വർക്കിൽ പുരസ്കാരങ്ങൾ കിട്ടാൻ വളരെ പണി വളരെയധികം ഉണ്ട്. കാരണം നമ്മൾ ഈ റെക്കോർഡ് ഇപ്പോൾ സർക്കാർ കൊടുക്കുന്ന റെക്കോർഡുകളും ഈ കേസിൻ്റെ കണക്കുകളോ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഓഫീസിൽ വേണം തയ്യാറാക്കുക. ഒരു പിന്നെ നിയമസഭാ സമ്മേളനം നടക്കുകയാണ് വിചാരിക്കുക. ആ സമയത്ത് മെസ്സേജുകളൊക്കെ അതെ ഒക്കെ അപ്പോഴൊക്കെ കിട്ടണം എന്ന് പറഞ്ഞാൽ ഒക്കെ നമ്മൾ എല്ലാ ഒരു മെസ്സേജ് വന്നാൽ സ്റ്റേഷനിലേക്ക് കൊടുക്കുകയാണ്. അത് കളക്ട് ചെയ്യണം. ഇത് തെറ്റിയാൽ അതിനുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അതെ അതെ. അപ്പം അങ്ങനെ ആ കണക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സർക്കിൾ ഓഫീസിന് വേണം. അങ്ങനെ ഉള്ളത്. അപ്പോൾ ഈ വർക്കൊക്കെ ചെയ്യുന്നെങ്കിൽ നമ്മൾ ഈ പുരസ്കാരങ്ങളോ പണി കഠിനപ്പെടാനുണ്ട്. ഈ പുരസ്കാരങ്ങൾ തരാനൊരു നിയന്ത്രണമുണ്ട്. തീർച്ചയായും. വല്ലാത്തൊരു ഈ നമ്മളെ ഇപ്പോൾ സർവീസിലിരിക്കുമ്പോൾ ബുദ്ധിമുട്ടിയ അനുഭവങ്ങൾ വല്ലതും ഉണ്ട്? ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത്? അല്ല, ബുദ്ധിമുട്ട് അത്ര കാര്യം ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു സിവിൽ ജോബ് പോലെ എനിക്ക് ജീവിക്കാൻ സാധിച്ചു. ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിരുന്നല്ലോ. ഞാനൊരു പിന്നെ സിവിൽ ജോബ് പോലെയാണ് എനിക്ക്. ഞാൻ പ്രത്യേകിച്ച് ഞാൻ ഇവിടെ ഒരു അമ്പലമുണ്ട്. ഞാൻ ചോദിക്കാതിരിക്കുകയാണ്. അപ്പോൾ അങ്ങ് അത് നമ്മളെ ഒരു കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കാമെന്ന് തീരും. എന്തായാലും അങ്ങ് പറഞ്ഞ സ്ഥിതിക്ക് അങ്ങയുടെ ഇപ്പോൾ ഈ റിട്ടയർമെൻറ്റ് ലൈഫിന് ഇപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം ഇപ്പോൾ അങ്ങ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്പലം, അതുപോലെ സത്സംഗം, കുറേ ആളുകളെ കാണുക, ഇരിക്കുക, അവരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അമ്പലത്തിൻ്റെ ഒരു നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കുക. അത് ഞാൻ പറയുമ്പോൾ റിട്ടയർമെന്റിന് ശേഷമല്ല, അതിന് മുന്നേ തന്നെ ഞാൻ ഒരു 45 വർഷത്തിലധികമായി. അന്നും കാരണം എനിക്കുള്ള സൗകര്യം കിട്ടിയിട്ടുണ്ട്. കാരണം മിക്കവാറും ഒറ്റപ്പാലം, പട്ടാമ്പി സർവീസിലിരിക്കുമ്പോഴും അമ്പലത്തിന്റെ അത് 45 വർഷത്തിലധികമായിട്ട് അമ്പലത്തിൽ എനിക്ക് പ്രവർത്തിക്കാനും അങ്ങനെ വീട്ടിലെ മറ്റുള്ള കാര്യങ്ങൾ നോക്കാനും എൻ്റെ ജീവിതം അതാ ഞാൻ പറഞ്ഞ ഒരു സിവിൽ ജോബ് പോലെ എന്ന് പറഞ്ഞില്ലേ. ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ഞാൻ റിട്ടയർമെന്റ് ആവുന്നവരെ അതിൽ സാധിച്ചില്ല. വളരെ കുറച്ച് ദിവസങ്ങളൊക്കെ കാരണം ഡിപ്പാർട്ട്മെന്റാണല്ലോ, അതിൻ്റെതായത് ഉണ്ടായിരിക്കാം. ബാക്കിയൊക്കെ എനിക്ക് അങ്ങനെ സാധിച്ചിട്ടുണ്ട്. മാരായമംഗലം വേങ്ങനാട്ട് അപ്പ ക്ഷേത്രം, വേങ്ങനാട്ടപ്പൻ അല്ലേ? അതവിടെ ശിവനും വിഷ്ണു തുല്യാണ്. വളരെ വളരെ നല്ല ഉദ്ദിഷ്ട കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് ഭക്തന്മാർ പറയുന്നത്. എന്താ അതിനെക്കുറിച്ച് അമ്പലത്തിലെ കാര്യങ്ങൾ? അല്ല, അത് നമ്മളവിടെ എൻ്റെ ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് നമ്മളവിടെ ഒരു കാര്യം നടത്താമെന്ന് വിശ്വസിച്ചു. കാരണം ഇതൊക്കെ ഒരു കുഗ്രാമാണ്. നമുക്ക് സാമ്പത്തികമായി അത്ര വരുമാനങ്ങളൊന്നുള്ള ഒരു ക്ഷേത്രമല്ല. പക്ഷേ നമ്മളൊരു കാര്യം വിചാരിച്ചാൽ നടക്കാൻ ബുദ്ധിമുട്ട് ഇതുവരെ വന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ അവിടെ സപ്താഹം അന്ന് ഈ ചുറ്റുഭാഗത്ത് ഇപ്പോൾ ഇതിൽ വലിയ ക്ഷേത്രങ്ങൾ ചുറ്റുഭാഗത്തുണ്ട്. പക്ഷെ അവിടെ നിന്നും നടക്കാൻ സാധിക്കാത്ത ഞങ്ങൾ 2002 മുതൽക്ക് ഓർമ്മ. ഇപ്പോൾ ഈ അടുത്ത വർഷം 25ാമതാണ് സത്രം നടക്കുന്നത്. അന്ന് മുതൽക്ക് ഈ അന്നൊക്കെ സപ്താഹം നടത്താൻ അത്രയും ചിലവും ബുദ്ധിമുട്ടും കാര്യങ്ങളതാണ്. ഈ ചുറ്റുപാടുള്ള ക്ഷേത്രങ്ങൾ അതിവിടെ തുടങ്ങിയിട്ട് ഇന്നേ വരെ മുടങ്ങാതെ കണ്ട് ഈ വർഷങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. ഇനി അടുത്ത വർഷം 25ാമത്തെ വർഷമാണ് ഞങ്ങൾ നവാഹ സത്രമായിട്ടൊക്കെ നടത്താൻ തീർച്ചയായിട്ടുണ്ട്. ഈ വേങ്ങനാട്ടപ്പൻ്റെ ഐതിഹ്യം വല്ലതും? അല്ല, ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ അത്ര കൂടുതലും എനിക്കതിനെ പറ്റി പറയാൻ ആദ്യം അറിയില്ല. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ പല ദിക്കുന്നായിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് ആളുകൾ വരാനുണ്ട്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ പുറയിനൂർ മനവകയാണ് ക്ഷേത്രം. കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ക്ഷേത്രം ഇപ്പോൾ ജന കമ്മിറ്റിയായിട്ട് മുതലാളിയല്ലേ സിംകോ കുളപ്പുള്ളിയിലാണല്ലോ ഇപ്പോൾ അവർക്ക്? അതെ അതെ, കുളപ്പള്ളി ഉണ്ട്. ഒരാൾ മരിച്ചപ്പോൾ ഒരാൾ പാലക്കാട് ഡോക്ടറാണ്, സ്കിൻ ഡോക്ടറാണ്. ഇവിടെ ആയിരുന്നല്ലോ അല്ലേ? അതെ, അതെ. അവിടെ ഒരു കുറൂരാമ ക്ഷേത്രം ഉണ്ട്. അപ്പോൾ അവരാണ് ഊരാളന്മാരെയും പുറയിനൂർ മനക്കാരാണ്. ക്ഷേത്രം ഇപ്പോൾ നമ്മളെ കമ്മിറ്റിക്ക് കൈമാറി മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അതെ അതെ അതെ. ഭക്തന്മാർ ധാരാളം വരുന്നുണ്ട്. അതെ അതെ. ഇപ്പോൾ നമ്മളിപ്പോൾ പിന്നെ പറയുന്നത് ഈ ക്ഷേത്രം ഇവിടെ ഇവിടെ നിന്നല്ല, ഇതിൻ്റെ അപ്പുറത്തെ കുറച്ച് പിന്നെ ഒരു പുഴയുടെ അപ്പുറത്ത് അവിടെ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. തൂതപ്പുഴയാണ് ഈ വരുന്നുണ്ട്. അപ്പോൾ അന്ന് അവിടേക്കൊന്നും അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. അവിടെ പൂജക്കൊന്നും എത്താൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇപ്പുറത്ത് ചെന്നാൽ എറിഞ്ഞു കൊടുക്കുക അത്ര അല്ല, പലരുടെ കേട്ട വിവരമാണ്. കഴിഞ്ഞിട്ട് പിന്നീട് അവിടുന്ന് മനക്കാർ പുറയുന്നവർ മനക്കാർ
ഇവിടെ കൊടുന്ന് പ്രതിഷ്ഠിച്ചതാണ് എന്നാണ് പറയണ കേൾക്കുന്നത്. ഈ പുഴയുടെ അക്കരേന്ന് അതെ 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 വെള്ളമൊക്കെ കാരണം അങ്ങോട്ട് പോകാൻ അതെ അതെ അങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ പുറകിനർക്കാരായ പൂർവീകര് അതും പിന്നെ പറയേണ്ട ഒരു വേങ്ങനാട്ട് രാജാക്കന്മാരാണ്, നെടുങ്ങനാട് ദേശം രാജാക്കന്മാര്. അതാണ് ഈ വേങ്ങനാട്ട് ക്ഷേത്രം എന്ന പേര് വരാൻ കാരണം എന്നുള്ള പറയുന്നത്. അവരാണ് ആദ്യം പ്രതിഷ്ഠാർത്ഥികളാണ്. പിന്നീട് അത് ഇങ്ങനെ പുറയുന്ന മനയ്ക്ക് അധികാരികളെ കൈമാറ്റം ചെയ്തത്. നോക്കൂ, ഇപ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് രാമൻകുട്ടി സാറിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നത്തിനൊരു പരിഹാരമായി എന്നാണ് പറയാറ് ജനങ്ങൾ, സാധാ ആളുകൾ. എന്താ അങ്ങനെ പറയണേ? അതെന്താ വെച്ചാൽ ഞാൻ എങ്ങനെയും നമ്മളെ കാരണം ഞാനൊരു മിതവാദിയാണ്, വളരെ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ സാധിക്കുള്ളൂ. ഒരാൾ ഇങ്ങോട്ട് പെരുമാറിയാലും ഞാൻ ആ നിലയ്ക്ക് അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ ഞാൻ നല്ല എൻ്റെ ആ ഒരു പെരുമാറ്റം അതാണ്. ആദ്യം പ്രതിയാണെങ്കിലും അതിലുള്ള പെരുമാറ്റം ആ നിലയ്ക്ക് സംസാരിച്ച നാട്ടിലൊരു തർക്കമായാലും മറ്റു പ്രശ്നങ്ങളായാലും സാറിനെയാണ് ഇപ്പോൾ രാമൻകുട്ടി സാറിനെ കണ്ടായി എന്നാ പറയാം പണ്ടത്തെ ആളുകൾ. അല്ല അത് അങ്ങനെയായിരുന്നു. അല്ല അത് ഇതാണ് ഞാൻ അവരുടെ പെരുമാറ്റം അവർക്കൊരു വിശ്വാസമുണ്ട് നമ്മളിലുള്ള. ആ വിശ്വാസം പറഞ്ഞാൽ വാദിയാണെങ്കിലും പ്രതിയാണെങ്കിലും അവരത് കേൾക്കും എന്നുള്ള. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. ഒരു ഈ സർവീസിൽ ഞാൻ പറഞ്ഞു മറക്കാനാവാത്ത അനുഭവങ്ങൾ വല്ലതുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങയുടെ ജീവിതത്തിൽ അതുമായി ബന്ധപ്പെട്ട വല്ലതുണ്ടോ? കേസ് അന്വേഷണവുമായിട്ടുള്ള സങ്കീർണമായ കാര്യങ്ങളൊന്നും വേണ്ട, ബാക്കി എന്തെങ്കിലും? പ്രത്യേകിച്ച് നമുക്ക് പിന്നെ സങ്കീർണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പറഞ്ഞില്ല, കാരണം ഫീൽഡ് വർക്ക് ചില ഞാനിങ്ങനെ ശ്രീകൃഷ്ണ സ്റ്റേഷനിലിരിക്കുമ്പോൾ തന്നെ എളമ്പലാശ്ശേരി വന്ന സ്ഥലം ഉണ്ടൊരു അങ്ങോട്ട് പോകണം. അന്ന് അവിടെ ഒരു മർഡർ കേസ്, കൊലപാതകം നടന്നു. ഒരു ജോർജ് കുട്ടി അങ്ങനത്തെ അവിടെ നടന്നു. അതെ അതെ. അപ്പൊ അന്ന് ഞാൻ അതെ അന്ന് ഞാൻ അവിടെ നമ്മളെ സ്റ്റേഷൻ ഈ ഓഫീസ് വർക്കാണ്. അപ്പൊ ഈ ഫീൽഡ് വർക്ക്. പക്ഷെ അത് അന്ന് പെട്ടെന്ന് ഡ്യൂട്ടിക്ക് ആളെ കിട്ടാനില്ല. അപ്പൊ എന്നെയാണ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചത്. അന്ന് പോലീസുകാരനാണ്, അല്ല ഈ ഡെഡ് ബോഡി കാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അന്ന് അതെ അതെ അല്ല അന്ന് അല്ല എനിക്ക് അതിനോടായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മളെ ഡ്യൂട്ടി സംബന്ധമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല അങ്ങനെ ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ടാണ്. അങ്ങനെ 1-2 കേസാണ്. രാത്രിയൊക്കെ കാവലിൽ നിന്നിട്ടുണ്ട്. അല്ല അത് ദുർലഭം. അങ്ങനെ ആളില്ലാത്ത വന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നുള്ള കാര്യം ഉണ്ടായിരുന്നു. ഭയങ്കര സംഭവമല്ലേ? കാരണം അങ്ങനെയാണ് മരിച്ചിട്ടൊക്കെ നമുക്ക് പണ്ടൊരു ഇതാണ്. എൻ്റെ സ്വഭാവം അതും കൂടി നമ്മൾ യോജിക്കാനുള്ളൊരു. അതെ അതെ. അങ്ങാണെങ്കിൽ ഒരു സ്നേഹാർദ്രമായ ഒരു ഹൃദയത്തിന് ഉടമയാണ്. പണ്ട് ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ പോലെയാണ് അങ്ങയുടെ കാര്യം. അല്ല അത് എനിക്കൊരു പറയാനുണ്ട്. ഞാനിപ്പോൾ വെജിറ്റേറിയനാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വെജല്ല. 6-7 വയസ്സിന് മുമ്പ് ശേഷം ഞാൻ മത്സ്യമാംസങ്ങളൊക്കെ കൂട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളോട് അടുത്തൊരു കുളം ഞങ്ങളുടെ തന്നെയാണ് കുറെ കുളമുണ്ട്. അപ്പോൾ ഈ വേനൽക്കാലാകുമ്പോൾ അത് വറ്റിച്ച് ഈ പുഞ്ചകൃഷിയൊക്കെ മീൻ പിടിക്കും. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ അടിച്ച് വരുമ്പോൾ ഒരു പോട്ടിൽ നിന്ന് ഇങ്ങനെ മീൻ ഇങ്ങനെ ഇളകി വരികയാണ്. അപ്പോൾ നമ്മൾ കുട്ടിയല്ലേ, ഒരു കുത്തു കൊടുത്തു. അപ്പം അതിങ്ങനെ കിടന്ന് പിടയുക. അപ്പോൾ അതിനുശേഷം വീട്ടിലൊന്നും ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ കഴിക്കാൻ തോന്നില്ല. അങ്ങനെ നിർത്തിയതാ. ഈ കണ്ണൻ മീനിനെ അങ്ങ് ഒരു വെട്ട് കൊടുത്തു. അത് 2 തുണ്ടായി. അതെ നമുക്ക് പിടിക്കല കുട്ടികൾ അറിയില്ല. അപ്പൊ 2 തുണ്ടായി. അപ്പൊ ആ കടന്ന പടത്തിൽ കാണുമ്പോ പിന്നെ മനസ്സിലതാ. അപ്പൊ അതിനുശേഷമാണ് സ്റ്റോപ്പ് ചെയ്തു, നിർത്തി. മുട്ട അടക്കം ഉപയോഗിക്കില്ല. മുട്ട എന്നല്ല, പിന്നെ ഞാൻ മറ്റേ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒഴിവാണ്. വല്ലാത്തൊരു അനുഭവം. നിങ്ങൾ പണ്ടൊക്കെ ഈ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പണ്ട് കുളങ്ങളൊക്കെ ഉണ്ട്. കുളങ്ങളിൽ ചേറൊക്കെ ഉണ്ടാവും. അതിൽ കണ്ണൻ മീൻ, മൊയ്യ്, കരിതല, ഗിരിതല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മീനുകളുണ്ട്. അതൊക്കെ പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ രാമൻകുട്ടി സാറ് ഒരു വലിയ കണ്ണനെ ഒരു മടാൾ കൊണ്ട് വെട്ടി അവ ചോര കണ്ടു. പിന്നെ അത് ഭക്ഷണം കഴിക്കാൻ പോയി അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട കുട്ടികളെ. എന്തായാലും സാറിൻ്റെ ഈ ഒരു അനുഭവം അങ്ങനെ സസ്യാഹാരിയായി, വെജിറ്റേറിയനായി, അത്ഭുതമാണ്. എല്ലാവർക്കും ഓരോ നിമിത്തങ്ങളുണ്ട്. അപ്പോൾ സത്യത്തിൽ മനുഷ്യന്മാരൊക്കെ പലരും പല ആഹാരങ്ങൾ കഴിക്കുന്നു. പലരും ബീഫ് കഴിക്കും, പിന്നെ ബീഫും പൊറോട്ടയും കഴിക്കും, ചിക്കനും മട്ടനും കഴിക്കും. ഇപ്പോൾ അങ്ങയുടെ മക്കളൊക്കെ ഇപ്പോൾ ബിനു ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ഭാര്യയും കഴിക്കും. പിന്നെ സസ്യാഹാരിയാണ്. ഇപ്പോൾ ഈ ചില ആശ്രമക്കാരങ്ങൾ മുട്ട ഉപയോഗിക്കാൻ പറഞ്ഞാൽ വൈഫ് ഉപയോഗിക്കും. കാരണം അവരുടെ വൈഫിൻ്റെ വീട് മണ്ണാർക്കാടാണ്. അപ്പോൾ അവരൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഏത് ആഹാരം കഴിച്ചാലും നല്ല മനുഷ്യനാകുക എന്നുള്ളതാണ്. സസ്യാഹാരികൾ നല്ലവരുണ്ടാവും, അച്ഛൻ സസ്യാഹാരി, മാംസ ബുക്കുകളും ഉണ്ടാവും. അതും ഭക്ഷണത്തിലൊന്നും ഒരു വിരോധമില്ല. പക്ഷെ എല്ലാവരും കഴിക്കില്ല. ഇപ്പം ഞാൻ ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ അങ്ങ് മറ്റു കാര്യങ്ങളിലൊന്നും ഇപ്പോൾ ഉദാഹരണം നമ്മളെ ഈ എന്താ പറയുക മദ്യം, മയക്കുമരുന്ന്,
ജാതി കാര്യങ്ങൾക്കെതിരെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കും, തൂഫാൻ. അപ്പോൾ അത് ഒരു വലിയ നല്ല കാര്യമായിട്ട് ഇപ്പോൾ വളരെ നല്ല കാര്യമാണ്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ നാശമായി കൊണ്ടിരിക്കുകയാണ്. നമ്മളറിയില്ല ഈ കുട്ടികളെ ഇത് ചെയ്യുന്നത്. അത് ഒരു നടപടി എടുക്കുന്നത് വളരെ നല്ല കാര്യം എന്നുള്ള അഭിപ്രായക്കാരനാണ്. നമ്മളത് നമ്മുടെ കുട്ടികൾക്ക് എല്ലാം അതിൽ ബോധവാന്മാരാക്കണം എന്നുള്ള അഭിപ്രായക്കാരൻ. അഖിലേന്ത്യാ തലത്തിൽ തന്നെ അത്തരം കാര്യങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ തൂഫാൻ ഒരു സെൻട്രൽ ഗവൺമെന്റ് പ്രോജക്റ്റൊക്കെ പല സംസ്ഥാനങ്ങളും. കാരണം നമ്മൾ അത്രയും ഭീകരമായി വരികയാണ്. ആൾക്കാരിപ്പോൾ എന്താ പറയുക, സഹോദരൻ സഹോദരി അമ്മ ബംഗാൾ ഇതൊന്നും ഒരു കുട്ടിക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ അവൻ ഇതെല്ലാം അടിമപ്പെടുകയാണ്. അപ്പോൾ ഓരോ സമയം വന്നാൽ ഇന്നത്തെ കുട്ടികൾ പറയാൻ തന്നെ ചിലപ്പോൾ പറ്റില്ല. അങ്ങനെയാണ്. എന്തായാലും നമ്മളെ കുട്ടികളെ രക്ഷിതാക്കളൊക്കെ വളരെ ശ്രദ്ധിക്കണം എന്നാണ് നമ്മുടെ രാമുട്ടി സാറ്, അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്, കേരള ആഭ്യന്തരമന്ത്രി എല്ലാം പറയുന്നത്. അതുതന്നെയാണ് നമ്മൾക്കുള്ള ഒരു കുട്ടികളിലാണ് പ്രതീക്ഷകളുള്ളത്. കുട്ടികളെയാണ് നമ്മൾ നന്നായി വളർത്തി പുതുതലമുറയെ നമ്മൾ രാജ്യത്തിന് സമർപ്പിക്കേണ്ട ആളുകളല്ല, രാജ്യത്തിനെ കാക്കേണ്ട ആളുകളാണ്. ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടവരാണ് അല്ലേ? തീർച്ചയായും. അപ്പോൾ അവരുടെ ഭാവിക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടണം. ഈ മയക്കുമരുന്ന് മദ്യമൊക്കെ അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും. ഞാനിപ്പോൾ അങ്ങയുടെ കുടുംബജീവിതം, ഭാര്യ പുഷ്പവല്ലിയാണ്, ബേബിന്നാ വിളിക്കുക. പുഷ്പവല്ലി അവരുടെ പേരെന്താ? പുഷ്പവല്ലി. പുഷ്പവല്ലി. അവർ മണ്ണാർക്കാട് അച്ഛനമ്മ ടീച്ചേഴ്സായിരുന്നു, അധ്യാപകരായിരുന്നു. അപ്പം അങ്ങനെ അവിടെ മണ്ണാർക്കാട് സെറ്റിലായതാണ്. അവർ വീട് ഇവിടെ തന്നെ ചപ്പശ്ശേരി വീട്ടിക്കാടാണ്, പനങ്കുഴിയിലെ പറയും. അച്ഛൻ ഇവിടെ കണ്ണത്തെ പത്മനാഭൻ നായരാണ്. അവരുടെ കഥകളി എന്താണ്, കാവളപ്പാറ നാരായണൻ. പഴയ ആളാണ്. അവരൊക്കെ ഒരു ശ്രേണിയിലുള്ള ആളുകളാണ്. കാവളപ്പാറ നാരായണൻ നായർ, അതുപോലെ വാഴയങ്കട കുഞ്ചു നായർ, അങ്ങനെ കുറേ ഒരു സമശീർഷമായ കുറേ ആളുകളുണ്ട്. പിന്നെ മക്കൾ രണ്ടാള്. മകള് മൂത്ത മകളാണ്, അവള് ടീച്ചറാണ്. മുണ്ടൂര് ബിനു അല്ലേ? ബിനു മുണ്ടൂര് ഹൈസ്കൂളിലാണ് ജോലി ചെയ്യുന്നത്. മരുമകൻ ഇവിടെ ഒരു പ്രൈവറ്റ് ബാങ്കിൽ വർക്ക് ചെയ്യുകയാണ്. മകന്റെ പേരെന്താ? മകൻ്റെ പേര് രാഹുൽ. ബിടെക് എഞ്ചിനീയറിംഗ്. ഞാൻ TCS ടാറ്റ കൺസൾട്ടിംഗ് സർവീസിൽ ജോലി ചെയ്യുന്നു. മരുമകള് അവിടെ കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ആശ ഷൊർണൂരാണ്. വളരെ ചെറിയൊരു സംഭാഷണമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മളെ രാമുട്ടി സാറിനെ നമ്മൾ കണ്ടതിൽ വലിയ സന്തോഷമുണ്ട്, പടവുകളിൽ വന്നതിൽ വലിയ സന്തോഷം. എന്തായാലും നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ട്, ഇത് കാണുന്ന ആളുകളോട് എന്തെങ്കിലും പറയാനുണ്ട്? പ്രേക്ഷകരോട് ഇതാണ് പറയുന്നത്, നമ്മൾ ഇന്നത്തെ കുട്ടികളെ അവരെ നല്ല നിലയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധ കുട്ടികളിൽ വേണം. അവരുടെ പെരുമാറ്റവും സ്വഭാവങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ, ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളെ അവരെ ഓരോ ദിവസത്തെ പെരുമാറ്റങ്ങളും അവരെ കൂട്ടുകെട്ടും നമ്മളൊരു നിരീക്ഷിച്ച് ഇരിക്കണം എന്നുള്ള ഒരു അഭിപ്രായം. അതെ, കൂട്ടുകൂടല്ല മര്യാദ, കൂട്ടുകാരോട് ചേരണം എന്നാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞൂട്ടൻ തമ്പുരാൻ പറഞ്ഞത് തന്നെയാണ് ശ്രീ രാമൻകുട്ടി നായർ സാർ പറയുന്നത്. നമ്മുടെ കുട്ടികളെ നിതാന്തമായി ജാഗ്രത പുലർത്തണം, ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് ശ്രീ രാമൻകുട്ടി നായർ പറയുന്നത്. വലിയ സന്തോഷം, നന്ദി, താങ്ക് യു.